ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാട്ടോ. നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ന്യൂഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്ന് പറയാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഡൽഹിയിലെ അത്യാവശ്യം അറിയപ്പെട്ട ലൊക്കേഷന്, ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെ നമുക്ക് പോയി കാണാം. അതിന് മെട്രോയും അതുപോലെ ബസ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം പോകേണ്ടത് ഡൽഹി ജമാ മസ്ജിദിലേക്ക് പോകാം ആദ്യം. അപ്പോൾ ഡൽഹി ജമാ മസ്ജിദിലേക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങോട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് അവൈലബിലിറ്റി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡൽഹി ജമാ മസ്ജിദ് കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൽഹി ജമാ മസ്ജിദ് സ്ട്രീറ്റിലുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസിലൊക്കെ കണ്ട് വളരെ ഫേമസ് ആക്കിയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഹാജി മുഹമ്മദ്, അതുപോലെ സർബത്ത്, മറ്റേ മൊബക്ക സർബത്ത്, അതുപോലത്തെയൊക്കെ ഫുഡ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതാണ് ആ ഫുഡ് സ്ട്രീറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അത് വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെ. അതും ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ രാത്രി ആയിരിക്കും ഒന്നുകൂടി കാണാൻ നല്ലത്. പകലും ഇത് അവൈലബിൾ, പക്ഷേ രാത്രി ഒന്നും കൂടി നല്ലതായിരിക്കും. അവിടുത്തെ ഫുഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. ചിക്കന്, അതുപോലെ നോൺ വെജ്, സ്വീറ്റ്സ്, എല്ലാ വെറൈറ്റി ഫുഡ്സുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഫോർട്ടിലെത്താം. ലാൽ കില എന്ന് പറഞ്ഞിട്ടുള്ള ഷാജഹാൻ്റെ റെഡ് ഫോർട്ടിലെത്താം. അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു 1-1.5 കിലോമീറ്റർ, ഒരു 15 മിനിറ്റ് നടക്കേണ്ട ആവശ്യമുള്ളൂ. അത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഫോർട്ടിലെത്താം. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ഓട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സിയൊക്കെ വിളിച്ചാൽ വളരെ തൊട്ടടുത്ത് തന്നെയാണ് റെഡ് ഫോർട്ട് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1-1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ 15 മിനിറ്റേ നടക്കാനുള്ളൂ. നമുക്ക് റെഡ് ഫോർട്ടിലെത്താൻ പറ്റും. ഇനി അടുത്ത സ്പോട്ട് ഇന്ത്യ ഗേറ്റ് ആണ്. റെഡ് ഫോർട്ടിൽ ഒരു അരമണിക്കൂർ നമുക്ക് ബസ്സിൽ പോയാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിലെത്താൻ പറ്റും. അത് ഗൂഗിളിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഏതൊക്കെ ബസ്സുകളാണ് എപ്പോഴൊക്കെയാണ് പോകുന്നത് എന്ന് ഇതിൽ കാണാൻ പറ്റും, ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്യാനേ ഉള്ളൂ നമുക്ക് ഇന്ത്യ ഗേറ്റിലെത്താൻ. ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് കണ്ടു കഴിഞ്ഞ് ഇനി അടുത്ത നമ്മളെ സ്പോട്ട് രാഷ്ട്രപതി ഭവനാണ്. ഒരു അരമണിക്കൂർ നമുക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് പോകാനുള്ളൂ. അപ്പോൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് വീണ്ടും ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ രാഷ്ട്രപതി ഭവനിക്ക് ലൊക്കേഷൻ ഇട്ടാൽ ബസ്, അതുപോലെ നമുക്ക് പോകേണ്ട ടാക്സി, ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അത് സംഭവം എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രാഷ്ട്രപതി ഭവൻ വിസിറ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, രാഷ്ട്രപതി ഭവൻ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. 50 രൂപ ഫീസ് അടച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവരെ അലൗഡ് അല്ല. പിന്നെ വളരെ കാമൻ ക്വൈറ്റ് ആയിട്ട് ഡീസൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലമാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. അലമ്പൊന്നും കാണിക്കാൻ പാടില്ല, സൗണ്ട് അതിനൊന്നും ഉണ്ടാക്കാൻ പാടില്ല. വളരെ ഡീസൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കണം അവിടെ. വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. രാഷ്ട്രപതി ഭവൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് പോകാൻ പറ്റിയ സ്പോട്ട് ഹ്യൂമൻ സ്റ്റോംബാണ്. ഹ്യൂമൻ സ്റ്റോം ഒരു 47 മണിക്കൂർ 50 മിനിറ്റ്, മാക്സിമം 1 മണിക്കൂറൊക്കെ അങ്ങോട്ടുള്ള യാത്ര നമുക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഹ്യൂമൻ സ്റ്റോംബും കണ്ടു കഴിഞ്ഞ് പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ടെമ്പിളാണ്. ലോട്ടസ് ടെമ്പിളിലേക്ക് 48-50 മിനിറ്റാണ്. നമ്മുടെ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കൂട്ടിയിട്ട് ഒരു മണിക്കൂർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുത്തബ് മിനാറാണ്. കുത്തബ് മിനാറിലേക്ക് 1 അവറൊക്കെ യാത്ര വരുന്നുള്ളൂ. നമുക്ക് മെട്രോയോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ പിടിച്ചിട്ട് പോകാം. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നമുക്ക് കുത്തബ് മിനാറും കാണാം. കുത്തബ് മിനാറും ചെറിയ ടിക്കറ്റ് പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് കാണണം. പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് അവർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുരുദ്വാര ശ്രീ ബാബാ സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഖ് ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടോംബൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ളൊരു സിഖ് ടെമ്പിളാണ്. ഇത് നമ്മൾ മസ്റ്റായിട്ട് ഡൽഹിയിൽ കാണേണ്ട ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇത്രയും കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഡൽഹിയിലുള്ള ഏകദേശ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത താജ്മഹലോ അല്ലെങ്കിൽ ആഗ്ര ഫോർട്ടൊക്കെ വേണമെങ്കിൽ വീണ്ടും ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് താജ്മഹലാണ് ആഗ്രയിലേക്കുള്ള ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ പിടിച്ച് നമുക്ക് താജ്മഹൽ കാണാൻ പോവാം. താജ്മഹൽ റൂട്ടിനുള്ള ട്രെയിനിന് മിക്കവാറും 5-6 മണിക്കൂറൊക്കെ ഡിലേ വരാറുണ്ട്. എല്ലാ ദിവസവും വരാറില്ല, ചില ടൈമിലൊക്കെ 5-6 മണിക്കൂറൊക്കെ ഡിലേ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല ബസ്സൊക്കെ പിടിച്ച് പോകാൻ പറ്റുന്നവരാണ്. ബസ്സൊക്കെ പിടിച്ച് പോകണമെങ്കിൽ 400-500 രൂപയൊക്കെ റേഞ്ച് വരും പൈസ. അപ്പോൾ താജ്മഹൽ റൂട്ട് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, ഏത് ദിവസമൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും താജ്മഹൽ കാണാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.